നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയറിന്റെ വീഡിയോ ആണ്. ഹെയർ നന്നായിട്ട് വളരാനും താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോവാനും അതുപോലെ മുടിയിൽ കെട്ടുണ്ടെങ്കിൽ ചെറിയ കായകൾ വരില്ലേ, കായ പോവാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അതിനേക്കാൾ മുമ്പ് പുതുതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഓൾ പ്രസ് ചെയ്യുക. ഞാൻ ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ പാത്രത്തിൽ 1 ടീസ്പൂൺ കസ്കസ് എടുക്കുക. കസ്കസ് വേറെയാണ്, കശകശ വേറെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും കസ്കസ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നതാണ് കശകശയാണോ എന്ന്. കസ്കസിൻ്റെ ഇംഗ്ലീഷിൽ പറയാം ചിയാ സീഡ് എന്നാണ്. ഈ കശകശ എന്ന് പറയുന്ന സംഭവം ഗരം മസാലയുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ്. അത് വൈറ്റ് കളർ ചെറിയ ചെറിയ ബോൾസ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കാണാനായിട്ട് എള്ളിൻ്റെ പോലെയൊക്കെ ഉണ്ടാവും. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ട് വൈറ്റ് കളർ ബോൾസ് പോലെ ആയി മാറും. അപ്പോൾ ഈ കസ്കസിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കസ്കസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ പാക്കിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് മുടി വളരാനായിട്ട് ബെസ്റ്റാണ്. പിന്നെ നമ്മളുടെ മുടിക്ക് ആവശ്യമുള്ള 9 തരം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഹെയർ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് കസ്കസ്. നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇത് എളുപ്പത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നാട്ടിലാണെങ്കിലും മിക്ക സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. പോയിട്ട് വാങ്ങിക്കുക, എന്നിട്ട് ഹെയർ പാക്കിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് ഉള്ളി വേണം. ഉള്ളി തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 5-6 ഉള്ളി മതി. മീഡിയം സൈസ് ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. എനിക്കിപ്പോൾ കിട്ടിയത് വളരെ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. പണ്ട് കാലം തൊട്ടേ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉള്ളി. അന്നൊക്കെ പാക്ക് ഉണ്ടാക്കിയിട്ടല്ല യൂസ് ചെയ്യുക, ഉള്ളി എണ്ണ കാച്ചിയിട്ടാണ് ഉപയോഗിക്കാറ്. ഉള്ളി പാക്കിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവർക്കും ഡൗട്ടാണ് സ്മെല്ല് വരുമോ എന്നുള്ളത്. ഉള്ളി മാത്രമായിട്ട് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ സ്മെല്ല് വരും. ഇന്നത്തെ ഹെയർ പാക്കിൽ ഇപ്പോൾ നമ്മൾ ഉള്ളി ആഡ് ചെയ്താൽ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അതിൽ വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിയുടെ സ്മെല്ല് അറിയേയില്ല നിങ്ങൾ തേച്ച് കഴിയുമ്പോൾ. ഉള്ളി ഇല്ലാത്തവർക്ക് സവാള യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഉള്ളി യൂസ് ചെയ്യുന്നതാണ്. ഉള്ളിയിലാണ് കൂടുതലും സൾഫർ കണ്ടന്റ് ഉള്ളത്. അതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഉള്ളിയിലാണ് ഏറ്റവും കൂടുതൽ സൾഫർ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഉള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി. കസ്കസ് കണ്ടില്ലേ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. ആ കറുപ്പ് കളർ ഇങ്ങനെ നിൽക്കണ കണ്ടില്ലേ, അതിനൊന്നും ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം. കസ്കസ് നന്നായിട്ട് ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിയും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണം. ഒരു കൈ നിറയെ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ആഡ് ചെയ്യണം. കരിഞ്ജീരകം അറിയാലോ, എണ്ണ കാച്ചാനും ഹെയർ പാക്കിലും ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. മുടിക്ക് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളർ കൊടുക്കുകയും ചെയ്യും. പിന്നെ മുടി നരയ്ക്കാതിരിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. മുടി നന്നായിട്ട് തഴച്ച് വളരും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കരിഞ്ജീരകം വെച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ ഓയിൽസിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കാട്ടോ. നല്ല എഫക്റ്റീവാണ്. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് കാണാട്ടോ, കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക, യൂസ് ചെയ്യുക. പിന്നെ ചേർത്ത് കൊടുത്തത് നെല്ലിക്കപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂണോളാണ് ചേർത്ത്. നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഇല്ലെങ്കിൽ മാത്രം നെല്ലിക്കപ്പൊടി ചേർത്താൽ മതി. എനിക്കിപ്പോൾ ഫ്രഷ് നെല്ലിക്ക കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നെല്ലിക്കപ്പൊടി ഇട്ടത്. ഇപ്പോൾ നെല്ലിക്കയുടെ സീസണൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഒരു മീഡിയം സൈസ് നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഫ്രഷ് നെല്ലിക്ക ഇല്ലെങ്കിൽ ഡ്രൈഡ് നെല്ലിക്ക ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് ചേർക്കുക. ചെറിയ പീസായിട്ട് നെല്ലിക്ക ചേർക്കുകയാണെങ്കിൽ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കണം. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. അധികമൊന്നും വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ് പാക്ക് അല്ല ഹെയർ പാക്ക് ഭയങ്കര ലൂസായി പോവും. നമുക്കൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണിത് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് അതിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം.
ദാ കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ DIY ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ വളരെ എളുപ്പമാണ് നമ്മളെ തലയിൽ തേക്കാനായിട്ട്. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒരു ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ആ കസ്കസൊക്കെ ആഡ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഇങ്ങനെ ജെല്ലി ടൈപ്പായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് തലയിൽ തേക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കുന്നത്, ഏത് ഹെയർ ഓയിലാണോ ഇത്ര നാളും തേച്ചത്, ആദ്യം അതെടുത്തിട്ട് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഈ ഹെയർ പാക്ക് ഇടാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എത്രത്തോളമാണോ തലയിൽ തേക്കാറ്, ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആയിരിക്കും മിക്കവരും അളവായിട്ടെടുക്കുക മുടിയിൽ തലയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അതെടുത്തിട്ട് ഈ ഹെയർ പാക്കിൽ അങ്ങോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് തലയോട്ടിയിലും ഹെയറിലും തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മുടി നല്ല ഷൈനിങ് ആയിട്ട് വരണം, അതുപോലെ അകാല നരയൊക്കെ തടയണം എന്നുണ്ടെങ്കിൽ ഹെയർ ഫുള്ളായിട്ടും തേച്ച് കൊടുക്കാം. ഞാൻ സാധാരണ ഇത് സ്കാൽപ്പിൽ മാത്രമേ തേക്കാറുള്ളൂ. ഞാൻ മുടി വളരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാറ്. എൻ്റെ മുടി കൊഴിച്ചിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഫോളുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം കാണാനായിട്ട് പറ്റും. ഇത് നന്നായിട്ട് നീളം വെക്കൂട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ തന്നെ മതി, അത്രയും ഗുണങ്ങൾ തരുന്ന എത്രയോ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഗുണമല്ലാണ്ട് ദോഷം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ തലയ്ക്ക് തണുപ്പ് തരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാനായിട്ട് നെല്ലിക്ക നമ്മളെ തലയ്ക്ക് തണുപ്പ് തരുന്നതാണ്. അപ്പോൾ അതൊക്കെ പറ്റാത്തവരുണ്ടെങ്കിൽ അയ്യോ എനിക്കിത് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട. നിങ്ങൾ ഇത് തേച്ചിരിക്കുന്ന സമയം ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ 2 കാലും അതിൽ അങ്ങോട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തണുപ്പ് വരുന്ന ആ ഒരു പ്രശ്നം, അതായത് നീരിറങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. കാരണം ഇത് എനിക്ക് എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ളൊരു ബ്യൂട്ടീഷ്യൻ ചേച്ചി പറഞ്ഞു തന്നാണ്. കാരണം എനിക്കുണ്ടല്ലോ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നീരിറങ്ങിയിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ആ ചേച്ചിയാണ് പറഞ്ഞു തന്നത്, നിങ്ങൾ ഹെന്ന അപ്ലൈ ചെയ്യണ സമയത്ത് കാലിങ്ങനെ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നീരിറങ്ങില്ല. ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ തലയിൽ വെച്ചാൽ മതി കേട്ടോ. കാരണം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ എളുപ്പമല്ല കളയാനായിട്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 30 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കണ്ട കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. മാക്സിമം 20 മുതൽ 30 മിനിറ്റ് വരെ വെച്ചാൽ മതി. പിന്നെ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ താളിപ്പൊടി ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. ആദ്യത്തെ ദിവസമാണെങ്കിൽ, അതായത് ഇന്നാണ് നമ്മളിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, പുറത്തൊന്നും പോകണ്ടെങ്കിൽ വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. പിന്നെ അടുത്ത ദിവസം പുറത്ത് പോകുന്നതിന് മുന്നേ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചാൽ മതി. നിർബന്ധമുള്ളവർ മാത്രം പാക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസം ഷാമ്പു ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായാലും ലൈക്ക് തരാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്താ ഇഷ്ടമാവാത്തതെന്നുള്ള കാരണം പ്ലീസ് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കണോ, അല്ലെങ്കിൽ പറഞ്ഞു തന്നത് ക്ലിയർ ആയില്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയുക. എന്താണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ തുറന്ന് പറയുക. പിന്നെ എന്താ, നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ഈ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ഒരുപാട് ഹെയർ കെയർ, സ്കിൻ കെയർ, വെയിറ്റ് ലോസ്, എക്സസൈസ് വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.